ഹലോ ഡിയർ. അപ്പോൾ നമ്മുടെ പോളിനോമിയൽസ് പിക്ചേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, 13ാമത്തെ 13th ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത് മെയിനായിട്ടും നമുക്ക് പറയുന്നത് എന്താണ്, നമ്മുടെ ബഹുപദങ്ങളെക്കുറിച്ചാണ്. അതായത് പോളിനോമിയൽസിനെ കുറിച്ചിട്ടാണ്. ഒന്നാം കൃതി ബഹുപദം, രണ്ടാം കൃതി ബഹുപദം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് നോക്കിക്കുക, എക്സിൻ്റെ മുകളിൽ ഒന്നാണ് നമ്മുടെ എക്സ് റേസ് ടു പവർ. ആ പവർ എന്താണ്, ഒന്നാണെങ്കിൽ അതെന്താണ്, ഒന്നാം കൃതി ബഹുപദമായിരിക്കും. ഇനി രണ്ടാം കൃതി ബഹുപദം എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മുകളിൽ 2 കണ്ടോ, 2 ആണ് കൃതി വന്ന്, ഇവിടെ ഒന്നാണ് ഒന്നാം കൃതി ആവുമ്പോൾ ഇവിടെ 2, അതായത് നമ്മുടെ എക്സ്പൊണൻ്റ് ഒന്നാവുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി, നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അതാണ് നമ്മുടെ ax+b എന്ന ഫോമിൽ നമ്മൾ പറയാറുള്ളത്. ജനറൽ ഫോം എന്ന് പറയുന്നത് p(x) = ax+b. ഫസ്റ്റ് ഡിഗ്രി എക്സിൻ്റെ പവർ 1 ആവുമ്പോൾ, എക്സിൻ്റെ പവർ 2 ആവുമ്പോഴോ അത് സെക്കൻഡ് ഡിഗ്രിയാണ് കേട്ടോ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ് വരിക. ഓക്കെ, മൂന്നാം കൃതി ആവുമ്പോൾ അവിടെ x⁻³ ഉണ്ടാവും, അതായത് തേർഡ് ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോളിനോമിയൽസാണ് നമുക്ക് പഠിക്കാനുള്ളൂ, രണ്ട് ബഹുപദങ്ങൾ, ഫസ്റ്റ് ഡിഗ്രി ആൻഡ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ, ഒന്നാം കൃതി ബഹുപദവും രണ്ടാം കൃതി ബഹുപദമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏതൊരു p(x) തന്നാലും അവിടെ നമുക്കതൊരു പിക്ചർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഏതൊക്കെ കാണണം, ആ ഒരു p(x)ൻ്റെ p(0), p(1), p(2), p(-1), -2 ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു p(x) തന്നിട്ടുള്ളത് 2x+1 ആണ് അല്ലേ. 2x+1 എന്ന് പറഞ്ഞാൽ അതിവിടെ p(0) എന്തായിരിക്കും, അതായത് ആ ഒരു എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക എന്നുള്ളത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, 2 × 0 + 1 ഉണ്ടോ, 1 കിട്ടി. p(1) എന്ന് പറഞ്ഞാലോ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി, 2 × 1 + 1 3 ഉണ്ടോ. അപ്പോൾ ആ ഒരു എക്സിൻ്റെ സ്ഥാനത്ത് 2 × x ഉള്ളിടത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. p(1) എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1 കൊടുക്കുമ്പോൾ 3, ഇതൊക്കെ 2 കൊടുക്കുമ്പോൾ, അതുപോലെ -2 കൊടുക്കുമ്പോൾ കണ്ടോ, p(-1), -2 ഒക്കെ കൊടുക്കുമ്പോൾ ആ ഓരോന്നിൻ്റെ വാല്യൂ നമ്മളൊന്ന് ടേബിൾ ആക്കിയിട്ട് പട്ടികപ്പെടുത്താണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ആ ടേബിൾ കണ്ടോ, ഇങ്ങനെ ഒന്ന് പട്ടികപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് അവിടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. ഇങ്ങനെ പട്ടികപ്പെടുത്തിയ സിമ്പിളായിട്ട് കിട്ടിയില്ല, എക്സുകൾ കിട്ടുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ p(x). അപ്പോൾ നമുക്കൊന്ന് ഗ്രാഫ് ഒന്ന് നോക്കാം. ആദ്യത്തെ എന്താണ്, x0 ഇവിടെ നോക്കിക്കുക, x0 ആകുമ്പോൾ p(x) 1 ആണെന്ന് നമ്മുടെ ഗ്രാഫിൽ കൊടുത്ത് നോക്കാം. x0 എന്ന് പറഞ്ഞാൽ ദാ ഇവിടെയാണ് അല്ലേ, ഇതാണ് നമ്മുടെ x ആക്സിസ് എന്ന് പറയുന്നത്, ഇതാണ് y ആക്സിസ് ആണ് നമ്മുടെ p(x) വരിക. അപ്പോൾ x0 എന്ന് പറഞ്ഞാൽ ഈ ഒരു x ലൈനിൽ 0. അപ്പോൾ y എത്രയാണെന്ന് പറഞ്ഞേ, 1 ആണെന്ന് അല്ലേ. അപ്പോൾ y 1 എന്ന് പറഞ്ഞാൽ x0-ഉം y 1-ഉം. അപ്പോൾ നമ്മൾ ഈ 0-ന്ന് മുകളിലേക്ക് പോകണം, അതാണ് നമ്മുടെ പോയിൻ്റ് കണ്ടോ, പോയിൻ്റ് 0, 1 എന്ന പോയിൻ്റിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതായിരുന്നു, നെക്സ്റ്റ് നമ്മൾ എടുത്തത് 1 ആവുമ്പോൾ അല്ലേ, x1 ആയപ്പോൾ p(x) 3 ആണെന്നാണ് പറഞ്ഞത്. x1 ആയപ്പോൾ p(x) 3 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പറയാം x1, അപ്പോൾ x തന്നെ പിടിക്കുക, p(x) 3 എന്ന് പറഞ്ഞു അല്ലേ. p(x) 3 എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകണം, y മുകളിലേക്ക് 3ൻ്റെ നേരെ, y-യിൽ 3ൻ്റെ നേരെ കണ്ടോ, 1, 3 എന്നുള്ള പോയിൻ്റ് കിട്ടി. അതേപോലെ എല്ലാ പോയിൻറ്റും നമ്മൾ അടയാളപ്പെടുത്താം. ഓക്കെ, അടുത്ത ഏതാണ്, x2 ആയപ്പോൾ y എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. 5 എടുക്കാം ആണോ, x2 എടുത്തു, അതിൻ്റെ നേരെ 5 എവിടേക്ക് എടുക്കാം, എന്താ അവിടെ പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് -1 ആയപ്പോഴോ, x -1 ആകുമ്പോൾ -1 തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഇതേപോലെ -1 x എടുത്തു, അതിൻ്റെ താഴേക്കാണ് അപ്പോൾ നമ്മൾ ചാടേണ്ടത്, y -1ൻ്റെ നേരെ. ഓക്കെ, അടുത്തത് ഏതാ വരണേ, x -2 ആയപ്പോൾ -3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം, -2 ആകുമ്പോൾ -3 എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ താഴേക്ക്. സെൻറ്റിമീറ്ററിൽ നിങ്ങൾ ഈ ഓരോ നമ്പേഴ്സും സെൻറ്റിമീറ്ററിൽ ഓരോ സെൻറ്റിമീറ്റർ അകലത്തിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക്
സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഓരോ ഒന്നെന്നാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ മുകളിലേക്കാണ്ട് വരച്ച് പോയിൻ്റ് ഇട്ടാൽ മതി. അങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇത് വരച്ചു കൊടുത്താൽ മതി. കണ്ടോ, ആ പോയിൻറ്റിലൂടെ ഒരു ലൈന്, ഒരു സ്ട്രൈറ്റ് ലൈന് നമുക്ക് കിട്ടും. ഒന്നാംകൃതി ബഹുപദത്തെ, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൽ നമുക്ക് എപ്പോഴും സ്ട്രൈറ്റ് ലൈനാണ് കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ.